പ്യൂരിഫ്ലഷ് ലിക്വിഡും അതുപോലെ തന്നെ ടാബ്ലറ്റും ലഭ്യമാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ സ്റ്റോൺ എന്നുള്ളത്. നമുക്ക് ആദ്യം നോക്കാം. ഈ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുറ്റത്തൊക്കെ കാണുന്ന പോലെ സ്റ്റോൺ നമ്മളുടെ ഭക്ഷണത്തിൽ കഴിച്ചറിയാതെ വയറ്റിൽ പോയിട്ട് അവിടെ ഇവിടെ വരുന്നതാണോ സ്റ്റോൺ? അല്ല. പിന്നെന്താണ്, നമ്മൾ തന്നെ ഓരോരോ കഴിക്കുന്ന ഭക്ഷണം, കാൽഷ്യം ഒരുപാട് കഴിക്കുന്നവർ ഉണ്ടാവും. അതുപോലെ ഞാൻ പറഞ്ഞു ചെമ്മീൻ, കക്ക തുടങ്ങിയിട്ടുള്ളതൊക്കെ ഒരുപാട് കഴിക്കുമ്പോഴത്തേക്കും യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് എല്ലാം ഒരു പരിധി വരെ മതി. കാൽഷ്യവും യൂറിക് ആസിഡും ഓക്സലേറ്റ് ഓരോരോ ഫ്രൂട്ട്സ്, അതിപ്പം നട്ട്സ്, ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ശരീരത്തിൽ ലഭിക്കുന്നതായിട്ടുള്ളതാണ് ഓക്സലേറ്റ്. അപ്പം ഒരുപാട് ചോക്ലേറ്റ്സ് കഴിക്കുകയാണ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി, അപ്പൊ അത്രയും ഓക്സലേറ്റ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അത്രയും ഓക്സലേറ്റിനെ ശരീരത്തിൽ നീക്കം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കുടിക്കുന്ന ആ ഒരു വെള്ളം വെച്ചിട്ട് നീക്കം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും ശരീരം? അതിനെ അവിടെ ഇവിടെ അടിഞ്ഞടിഞ്ഞ് അതിനെ കൂട്ടും. ഒന്നുകിൽ എവിടെ അടിഞ്ഞുകൂടാം, അത് ഒന്നെങ്കിൽ ഇവിടെ ഈ കിഡ്നിന്റെ ഈ ഭാഗത്തായിട്ട് അടിഞ്ഞുകൂടാം, അല്ലെങ്കിൽ മൂത്രക്കുഴലിൽ അടിഞ്ഞുകൂടാം, മൂത്രസഞ്ചിയിൽ അടിഞ്ഞുകൂടാം, അല്ലെങ്കിൽ മൂത്രത്തിന്റെ ഈ ദ്വാരത്തിൽ യൂറിത്രയിൽ വന്ന് അടിഞ്ഞുകൂടാം. ഈ ഭാഗങ്ങളിലൊക്കെ അത് ചെറിയ ചെറിയ കല്ലുകളായിട്ട് അടിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും അല്ലെ, അടിവയറ് വേദന, പുറത്തെ വേദന, ലിപ്സിന്റെ താഴെയായിട്ട് വേദന ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ആൾക്കാർക്ക് ഇതിന്റെ വേദന പറയുന്നത് എങ്ങനെയാണ്? മൂത്രത്തിൽ കല്ല് വന്നിട്ടുള്ള ആൾക്കാർക്കറിയാം, അതൊരിക്കൽ വന്ന ആളത് മറക്കില്ല. അത്രയധികം അസഹ്യമായിട്ടുള്ള വേദനയാണ് അതിന് ഉള്ളത്. അതിന്റെ വേദനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു വെയിറ്റ് എടുക്കുന്നത് അപ്പോഴൊക്കെയാണ് നമ്മുടെ ശരീരം എന്താണ് ഓരോരോ ആയാസത്തിന്റെ ഏർപ്പെടുമ്പോഴാണ് ഓരോരോ നമ്മൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ കല്ല് അഴിഞ്ഞു കൂടിയിട്ടുള്ള കല്ല് ഒരുപക്ഷെ ഇപ്പൊ ഇവിടെയാണ് ഇത് വന്നിട്ടുള്ളതെങ്കിൽ ഇങ്ങോട്ടേക്ക് ചെറുങ്ങനെ ഉണ്ടാവും. അത് ഇങ്ങനെ നീങ്ങി വരും. എന്താണ് അതിങ്ങനെ താഴോട്ടേക്ക് വരും. അപ്പൊ ഇങ്ങനെ താഴോട്ടേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ വേദന വളരെയധികം കൂടുന്നത്. അപ്പൊ അതാണ് പേഷ്യന്റ് പറയുന്നത്, ചിലപ്പോൾ ഡോക്ടർ ഭയങ്കര വേദനയായിരിക്കും, അടുത്ത സെക്കൻഡില് വേദന പോയി. അതായത് നമ്മുടെ ഈ തിരമാല പോകും, ഒരു സെക്കൻഡിൽ വളരെയധികം വേദന, പിന്നെയോ വേദനയില്ല. അപ്പൊ അത്തരത്തിലുള്ള വേദനയാണ് വേവ് ലൈറ്റ് ആയിട്ടുള്ള തിരമാല പോലുള്ള വേദനയാണ് കിഡ്നി സ്റ്റോണിൽ കാണുന്നത്. അപ്പൊ കൂടുതലായിട്ട് 3 തരത്തിലുള്ള സ്റ്റോൺസ് ആണ് ഉള്ളത്. കാൽഷ്യം സ്റ്റോൺസ്, ഓക്സലേറ്റ്, സ്ട്രൂവൈറ്റ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. ഓക്കെ, അപ്പം യൂറിക് ആസിഡ് സ്റ്റോൺസും കാണാറുണ്ട്. അപ്പം ഇതിൽ തന്നെ നമ്മൾക്ക് അപ്പൊ ഈ വന്നിട്ടുള്ള ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. നമ്മളുടെ ഈ പ്രൊഡക്റ്റിന്റെ എങ്ങനെയാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്, കിഡ്നി സ്റ്റോൺസിനെ എങ്ങനെയാണ് ഇത് നീക്കം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ വന്നിട്ടുള്ളതാണ് ഞെരിഞ്ഞില് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞെരിഞ്ഞിലിന്റെ പ്രത്യേകത മൂത്രളമായിട്ടുള്ളതാണ് ഞെരിഞ്ഞില്. അതായത് ശരീരത്തിൽ മൂത്രത്തിന്റെ അളവിനെ കൂട്ടുന്നു. അപ്പൊ മൂത്രത്തിന്റെ അളവിനെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞു മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി ഇങ്ങനെ എന്താണ് ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ കാൽഷ്യംസ്. ഓക്കെ, അപ്പൊ അതിനെ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അത് ആ മൂത്രത്തിലൂടെ അങ്ങ് പൊക്കോളും. അവിടെ കൂട്ടം കൂടിയായിട്ട് ഇരിക്കാനായിട്ടത് പറ്റുന്നില്ല. മൂത്രത്തിലൂടെ തന്നെ അത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞെരിഞ്ഞില് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് മൂത്രളം എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക്. മൂത്രത്തിന്റെ അളവിനെ ജലാംശത്തെ കൂട്ടുന്നതാണ്. അപ്പൊ എന്താണ് മൂത്രത്തിലൂടെ തന്നെ അടിഞ്ഞു കൂടാൻ നിർത്താതെ അതിനുള്ള സമയം കൊടുക്കാതെ മൂത്രത്തിലൂടെ തന്നെ അത് പോവുകയാണ് ചെയ്യുന്നത് ഞെരിഞ്ഞില് ഒരുപാട് കഴിക്കുന്നതിലൂടെ. പിന്നീടുള്ളതാണ് പുനർനവ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് തഴുതാമ എന്ന് പറയുന്നത് നമ്മളുടെ കിഡ്നിയിലേക്ക് പുനർജീവനത്തിന് സഹായിക്കുന്നതാണ്. സംസ്കൃതത്തിലുള്ള പേരാണ് പുനർനവ എന്ന് പറയുന്നത്. പുനർജീവിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ് അതിന് ആ പേര് വന്നിരിക്കുന്നത്. അപ്പൊ കിഡ്നിയെ പുനർജീവിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് പുനർനവ. പിന്നീട് ഇതിൽ ചെറുള ചേർന്നിട്ടുണ്ട്. ചെറുള സ്റ്റോണിനെയൊക്കെ അടിച്ചു കളയാനായിട്ട് സഹായിക്കുന്നതാണ്. കല്ലുരുക്കി ഇതിൽ ചേർന്നിട്ടുണ്ട്. അതിലൊക്കെ ഓരോരോ പഠനങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. പല ഇപ്പം ജാംനഗർ, ആയുർവേദത്തിന്റെ ജാംനഗർ പോലുള്ള സെന്റേഴ്സിലൊക്കെ ഓരോ സിംഗിൾ ഡ്രഗിൽ കല്ലുരുക്കിയിലൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. പേഷ്യൻസിൽ കൊടുത്തു നോക്കിയിട്ട് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നീട് ഇതിലുള്ളതാണ് ശിലാജത്ത് അല്ലെങ്കിൽ കന്മദം എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് വസ്തിജേഷു ഗിരിജം. വസ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തി ആമയങ്ങൾ, അതായത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള ഔഷധം എന്നാണ് കന്മദത്തെ പറഞ്ഞിട്ടുള്ളത്. ആ കന്മദത്തെ ഇവിടെ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൂത്രം ഇപ്പം ഞാൻ പറഞ്ഞു കുഴലിലൊക്കെയാണ് കല്ല് വന്ന് കല്ല് ഇങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുന്നതെങ്കിൽ ആ ഭാഗത്തേക്ക് മുകളിലെ മൂത്രം കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ മൂത്രം കെട്ടിക്കിടക്കുമ്പോഴത്തേക്ക്
കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടായി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം മൂത്രത്തിൽ ഭയങ്കര എന്താണ് ചുമപ്പ് കളർ ഉണ്ടാകും, പസ് ഉണ്ടാകും, പഴുപ്പ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും, യൂറിൻ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബാക്ടീരിയാസ് ഉണ്ടാകും, ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടാകും. അപ്പൊ അവിടെ എന്താണ് വേണ്ടത്? ആന്റി ബാക്ടീരിയൽ കർമ്മമൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തുണ്ട് ഇതിൽ? മഞ്ഞൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു ഭയങ്കര അസഹ്യമായിട്ടുള്ള വേദനയാണ് കിഡ്നി സ്റ്റോണിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ വേദനയ്ക്ക് ഒരു താങ്ങായിട്ട് നമ്മളുടെ ഇതിൽ വന്നിട്ടുള്ളതാണ് ശല്ലഗി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കൂട്ട് നമ്മൾ നോക്കിയാൽ അറിയാം, ആ ഒരു കിഡ്നിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തഴുതാമ ഇതിൽ വന്നിട്ടുണ്ട്, മൂത്രളമാക്കാൻ വേണ്ടിയിട്ട് ഗോക്ഷുരം അല്ലെങ്കിൽ നിരിഞ്ഞിൽ ഇതിൽ ചേർന്നിട്ടുണ്ട്. പിന്നെയോ വേദനയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചേർന്നിട്ടുണ്ട്? ശല്ലഗി ചേർന്നിട്ടുണ്ട്. ഓവറോൾ വസ്തി ആമയങ്ങൾ, വസ്തിയിൽ അതായത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഫുള്ളായിട്ട് നമ്മളുടെ ഇതിൽ കന്മദം ചേർക്കും. അപ്പോൾ വളരെ ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിട്ടുള്ള ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു കോമ്പിനേഷനാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് വന്നപ്പോഴത്തേക്കും ആയുർവേദത്തില് ഒരു പരിധിവരെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങൾ കൊണ്ട് സ്റ്റോണിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. എന്നിരുന്നാലും ആയുർവേദത്തില് ഏറ്റവും അധികം സ്റ്റോണിലൊക്കെ അതായത് സ്റ്റോണിൽ കിഡ്നി അശ്മരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റോണിൽ ആയുർവേദത്തിൽ. അപ്പൊ ഈ സ്റ്റോണിന്റെ വേദനത്തിന് വേണ്ടിയിട്ട്, ആ സ്റ്റോണിനെ കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ക്ഷാരങ്ങളാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്ഷാരകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ഷാരകർമ്മത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റോണിന് എന്നൊക്കെ പറയുന്നത് ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ആൾക്ക് വരാനുള്ള ചാൻസസ് അധികമാണ്. അതായത് കാൽഷ്യം ഉണ്ട്, ഓക്സലേറ്റ് ഉണ്ട്, അത് രണ്ടും കൂടി ചേരും കാൽഷ്യം ഓക്സലേറ്റ് ആകും. കാൽഷ്യം ഫോസ്ഫറസ്, കാൽഷ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺ. അപ്പൊ ആ ഒരു ബോണ്ട് ഉണ്ടാവാനായിട്ട്, അപ്പൊ ശരീരത്തിൽ എപ്പോഴൊക്കെ കാൽഷ്യം ഉണ്ടോ, ഓൾറെഡി ഒരു രോഗിക്ക് കിഡ്നി സ്റ്റോൺ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസസ് അധികമാണ്. ഇങ്ങനെ ഈ ഒരു ബോണ്ടിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെയാണ് ക്ഷാരത്തിന്റെ പ്രാധാന്യം. അപ്പൊ ക്ഷാരകർമ്മം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് പറഞ്ഞിരിക്കുന്നത് ആയുർവേദത്തില്. അർഷസില് ഒക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഈ ക്ഷാരകർമ്മത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേരോട് കൂടിയിട്ടാണ് നീക്കം ചെയ്യുന്നത് ക്ഷാരകർമ്മം ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ നമ്മളുടെ ലിക്വിഡ് വന്നപ്പം വിചാരിച്ചിരുന്നു ക്ഷാരം കുറച്ചുകൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ആ ആൾക്ക് പിന്നെയും ഉണ്ടാകുന്ന ബോണ്ടിങ് ഉണ്ടാവാതെ ഇരിക്കുമായിരുന്നല്ലോ. അപ്പോഴാണ് നമ്മളുടെ അതിന്റെ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത്. ഏതാണ്? യൂറിഫ്ലഷ് ടാബ്ലറ്റ്സ് വരുന്നത്. അപ്പം ഇതിൽ ഇത്തരത്തിലുള്ള ഒരു ഫോർമുല, പേറ്റന്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുല ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൽ 3 തരത്തിലുള്ള ക്ഷാരമാണ് അടങ്ങിയിട്ടുള്ളത്. കദളിക്ഷാരം, അപമാർഗക്ഷാരം, കടലാടിയുടെ ക്ഷാരം, അതുപോലെ തന്നെ യവക്ഷാരം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ക്ഷാരത്തിന് ഈ കർമ്മമാണ് ഞാൻ പറഞ്ഞു ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, അത് കൂടാതെ ഈ ടാബ്ലറ്റിലും എന്തുണ്ട്? പുനർനവയുണ്ട്, കിഡ്നിന്റെ പ്രവർത്തനം ഒന്നുകൂടി കൂട്ടാനായിട്ടുണ്ട്. നീർമാതളം ഇതിൽ ചേർന്നിട്ടുണ്ട്, മൂത്രളമായിട്ടുള്ളതാണ്. മൂത്രത്തിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം ഇതിനി എല്ലാവർക്കും വേണമെങ്കിൽ ഒരു കോഴ്സ് നമ്മളുടെ കിഡ്നിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. എന്നാലും ഞാൻ ഈ വെൽഹാർട്ട് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു ആ അവയവത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു പടി മുമ്പില് ആ കിഡ്നി സ്റ്റോണിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതലായിട്ടും നമുക്കിത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ സ്റ്റോണിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇപ്പം നമ്മൾ USG ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എത്രയാണ് അതിന്റെ സൈസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ 3 ml 3 മുതൽ 5 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 10 ml വീതം രാവിലെയും വൈകുന്നേരവും ലിക്വിഡ് ആളോട് കഴിക്കാനായിട്ട് പറയാവുന്നതാണ്. ഈ കുറച്ചുകൂടി അസഹ്യമായിട്ടുള്ള വേദനയുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 3 നേരം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ആൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ടാബ്ലറ്റും അതുപോലെ തന്നെ ഒരു ടാബ്ലറ്റ് രാവിലെയും രാത്രിയും ആഹാരത്തിന് ശേഷം പറയാനായിട്ട് കഴിയും. അപ്പൊ ഇത് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് മാത്രം കഴിക്കുകയാണെങ്കിൽ 2 ആഴ്ച കഴിച്ചതിന് ശേഷം ആളോട് ഒന്നുകൂടി USG സ്കാൻ ചെയ്ത് നോക്കാൻ പറയാം. അപ്പൊ ആ സൈസ് ആദ്യമുള്ള ഒരു 5 ml ആയിട്ടുള്ള സൈസ് 2 ആഴ്ച നമ്മുടെ യൂറിഫ്ലഷ് ലിക്വിഡ് കഴിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ട് ആ 5 ml ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആളോട് എന്ത് പറയണം? നിങ്ങൾ വേറെ ഒന്ന് അലോപ്പതിയോ ആയുർവേദമോ ഒന്ന് കഴിക്കണം എന്നുള്ളത് അവരോട് നിർദ്ദേശിക്കേണ്ടതാണ്. കാരണം മെല്ലെയാണ് അപ്പൊ അതിന്റെ ആക്ഷൻ അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാവുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ആളോട് പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് വെള്ളം കുടിക്കാൻ, അല്ലെ 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാനായിട്ട് ആളോട് പറയേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇത് നമ്മൾ ഒരിക്കലും കിഡ്നി സ്റ്റോണിനാണ് ഇത് പറഞ്ഞത്.
അതൊരിക്കലും ഗാൾ ബ്ലാഡർ സ്റ്റോണിനും മറ്റും പേഷ്യൻസ് വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരോട് ഒരിക്കലും നിർദ്ദേശിക്കരുത് നമ്മളുടെ യുറി ഫ്ലഷ് മാത്രം കഴിച്ചതുകൊണ്ട് ഗോൾ ബ്ലാഡർ സ്റ്റോണ് മാറും ഒരിക്കലും അവരോട് പറയരുത്. അതിൽ നമ്മൾക്ക് ഒരു ക്ലെയിമും നമ്മളുടെ കമ്പനി പറയുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ്. 10 ml കൂടുതലാണ് സൈസ് എങ്കിൽ അവരോട് യൂറി ഫ്ലഷ് ലിക്വിഡും ടാബ്ലറ്റും മാത്രം കഴിച്ചുകൊണ്ട് നിൽക്കരുത്. അവരോട് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയണം. ഇതിന്റെ വേദന ഞാൻ പറഞ്ഞു അല്ലേ, അസഹ്യമാണ്. അപ്പം ആ വേദനയെ പിടിച്ച പേഷ്യന്റിന് അത്ര കണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ആളോട് ആയുർവേദോ അല്ലെങ്കിൽ അലോപ്പതിയോ മരുന്ന് കഴിക്കുന്നതിന്റെ കൂടെ നമ്മളുടെ പ്രൊഡക്റ്റ് നിർദ്ദേശിക്കാവുന്നതാണ്.